തൃശൂർ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ബിനി ഹെറിറ്റേജിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. ഹെറിറ്റേജിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം തടയണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ മാത്യു KD പരാതി നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പരാതിയുടെ കോപ്പി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വിജിലൻസ് ഡയറക്ടർക്കും പുതിയ മേയർക്കും നൽകിയിട്ടുണ്ട്. ബിനി ഹെറിറ്റേജ് വാടകയ്ക്കെടുത്ത ജനീഷ് കഴിഞ്ഞ 3 വർഷമായി തൃശൂർ കോർപ്പറേഷന് വാടക കൊടുക്കുന്നില്ല. മാത്രമല്ല, വാടക കുടിശ്ശികയിൽ നിന്നും 53,10,000 രൂപ ഒഴിവാക്കി കൊടുക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നേരത്തെ ഹെറിറ്റേജിന്റെ കസ്റ്റോഡിയനായ കോർപ്പറേഷൻ മുൻ സെക്രട്ടറി രാഹേഷ് കുമാർ ജനീഷിന് താക്കോൽ കൈമാറി കെട്ടിടം നിയമവിരുദ്ധമായി പൊളിച്ച് കോർപ്പറേഷന് 29,85,000 രൂപയുടെ നഷ്ടം വരുത്തിയിരുന്നു. ഇത് രാഹേഷ് കുമാറിൽ നിന്നുകൂടി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കണം. 28/10/2022 ഉത്തരവ് പ്രകാരം ലൈസൻസ് ഫീ പൂർണ്ണമായും അടക്കാതെയും 90 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകാതെയും ജനീഷുമായി 10 വർഷത്തെ വാടക കരാർ 2023 ഫെബ്രുവരി 13 ഒപ്പിട്ടതും നഗ്നമായ ചട്ടലംഘനമാണ്. മുൻ മേയർ MK വർഗീസ്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, സെക്രട്ടറി ഷിബു PV, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷിബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന നിയമലംഘനങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം. ജനീഷ് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ കെട്ടിടം ഷോപ്പിംഗ് മാളായി രൂപമാറ്റം വരുത്തി 9 കീഴ്വാടകക്കാർക്ക് സ്ഥലം വിട്ടുകൊടുത്തതും നിയമലംഘനമാണ്. ലൈസൻസ് പോലുമില്ലാതെയാണ് ഫുഡ് കോർട്ടുകളടക്കം ഇവിടെ പ്രവർത്തിക്കുന്നത്. വാടകക്കാരനായ ജനീഷിനെ വഴിവിട്ട് സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമെന്നോണമാണ് മുൻ മേയർ MK വർഗീസിനെയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയെയും സെക്രട്ടറി ഷിബു PVയെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷിബി ജോർജിനെയും വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയതെന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല, മേയർ ഉൾപ്പെടെയുള്ളവരുടെ ബിനാമിയാണ് ജനീഷ് എന്നും ആരോപണമുണ്ട്. ബിനി ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധനയ്ക്ക് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കോർപ്പറേഷൻ ഓഡിറ്റ് വിഭാഗത്തിന് വിട്ടു നൽകിയിട്ടില്ല എന്നത് അഴിമതിയും ക്രമക്കേടുകളും അരങ്ങേറിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ബിനി ഹെറിറ്റേജ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം തന്നെ അനധികൃതമാണെന്നും പരാതിയിൽ പറയുന്നു. കുറ്റാരോപിതർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.